ചോന്നിട്ടില്ല ഇറങ്ങണേ. ഇവിടെ നേരെ കുട്ടി നോക്കി നോക്കി ഇപ്പുറത്ത് വെള്ള കടപ്പനായിട്ടില്ലേ ചോപ്പ് സൈഡ് ചോപ്പ്. ഇവിടെ വെള്ളാന്നുകൊണ്ട് കൂടുതൽ ഇപ്പുറത്താണ് ഒരു ഉപ്പുണ്ട് കാരണം കൊണ്ട് ഇങ്ങനെ സംഭവം കാണാൻ എന്തായാലും കളറേണ്ടി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെന്ന് പറയാച്ചാൽ ഞാൻ ഇന്നലെ നിന്ന പെട്രോൾ പമ്പിൽ കാവടാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന് ദോലാവേര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയൊരു ഗ്രാമം പൊളിഞ്ഞിട്ടുള്ള അങ്ങനെ എന്തൊക്കെയുണ്ട് അവിടെ. മറ്റേ കാർത്തികേയൻ്റെ ഒരു പഴയ പടം ഉണ്ട്. അതിൽ അടി നടക്കണ ഭാഗം കണ്ടിട്ടില്ലേ? രാജസ്ഥാനത്തെ പരിപാടി ആ സ്ഥലമാണ് അത്. അവിടുന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ അഹമ്മദാബാദ് സാന്തൻപൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇതാകുമ്പോൾ നേരെ പോയായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ 165 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് 50 സംതിങ് കിലോമീറ്റർ തോലാവിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചെറിയ വഴിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് ഉണ്ടാവില്ല, ആൾക്കാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന്. വണ്ടികൾ പോകുന്നുള്ളത് നോക്കണം. അപ്പം അങ്ങോട്ട് പോവാണ്, തോലാവീര പോകണം ആദ്യം. മറ്റോടത്തേക്ക് പോകണത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക. വെള്ളം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ ചോദിച്ചിട്ട് പിന്നെ അതെന്ന് പറഞ്ഞു വെച്ചാൽ ആരെങ്കിലും സീനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പുറത്ത് കൂടെ ഒരു 400 കിലോമീറ്ററിന് മുകളിലുണ്ടാവും എങ്ങനെ പോയാലും. ഇതാകുമ്പോൾ 165 കിലോമീറ്ററുള്ളൂ. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പ്ലാനുണ്ട്. വേണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് നിൽക്കണം. പനിയാവുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അവിടെ പോയിട്ട് ചോദിച്ചാൽ ഒന്നും പറ്റില്ലെങ്കിൽ അവിടെ വന്നിട്ട് തിരിച്ച് ഈ വഴി തന്നെ പോകേണ്ടി വരും. നോക്കട്ടെ എന്തായാലും. അങ്ങനെ എന്ന് പറയാൻ കഴിഞ്ഞാൽ രണ്ട് സൈഡിലും, ഒരു സൈഡിൽ വെള്ളം ഒരു സൈഡിൽ ഉപ്പുപാടും അങ്ങനെ പറഞ്ഞേ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കട്ടെ എന്താണെന്നറിയില്ല. ചെറിയൊരു കയറ്റം കിട്ടി, പുറത്തെ സൈഡിൽ കയറ്റം കിട്ടാതായിരുന്നേ. കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഈ വരുന്ന വഴിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കുറേ ഗ്രാമങ്ങളാ. ഓ എന്താ പൊടി ഇതൊക്കെ ഉണ്ടോ? ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അതിൻ്റെ ഉള്ളിൽ കണ്ട. ഇങ്ങനത്തെ ഓട് വീട് കണ്ട അങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനത്തെ കൂടുതലും കാണും ഇവിടെയൊക്കെ. കണ്ട ഈ റൗണ്ട് കണ്ടില്ലേ? ഇതേപോലത്തെ കുറേ എണ്ണം കാണാം അവിടെ. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. അവിടെ എന്താ കോറി എന്തുണ്ടെന്നുണ്ട്. കുറേ ലോറികളൊക്കെ എടുക്കുന്നുണ്ട്. ഓ ഏയ് സൂര്യൻ നോക്കി എന്ത് കളറായിട്ട് കാണണേ. എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയാണ് കണ്ടില്ലേ? സൈഡിലൊക്കെ നോക്കി കുന്നുകൾ ഫുള്ള് നല്ല പെടപ്പൻ. നല്ല പെടപ്പൻ വഴിയാണ് കണ്ടില്ലേ? വഴിയൊക്കെ സൂപ്പറാണ്. പക്ഷെ ആരും ഇല്ലേ. ഇനി ഇവിടുന്ന് തോലാവീര എത്തിയിട്ടാ ഉണ്ടാവുള്ളൂ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗാവുകൾ പോലെയൊക്കെ കണ്ടു. മറ്റേ ലോറി ചെറിയൊരു പരിഗണന അതുപോലും തരില്ല. ഒരു വേണമെങ്കിൽ ഇറക്കിക്കോന്ന് തന്നെ എന്ത് ചെയ്യാല്ലേ? വെയിലാവണേക്കാൾ മുന്നേ 43 കിലോമീറ്റർ നെഞ്ചതല്ല വീരയ്ക്ക് അവിടേക്ക് എത്താൻ വെച്ചാൽ സുഖമാണെന്ന്. അങ്ങനെയാണ് കാര്യങ്ങൾ. വെയിലുണ്ട് നന്നായി. വരുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടു കഴിഞ്ഞോട്ട് പോകാം. പേടിച്ചിട്ട് പോയതുകൊണ്ട് ചെയ്യാ. അങ്ങനെ 4 ആൾ പേടിക്കട്ടെ അല്ലേ? ജീവിതമുണ്ടല്ലോ റോട്ടിൽ കൂടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു എത്ര നേരം കണ്ടതിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ നല്ലൊരു വിഷയമായിരുന്നു. മറ്റൊരു ചിലവരുണ്ട് ഇങ്ങനെ പൊട്ടണ്ട പോലെ നോക്കിക്കും. ഇതങ്ങനെയൊന്നുമില്ല. കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്തിട്ട് ആക്കിയിട്ട് ഒന്നിനെ തലകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആക്കും. അപ്പോൾ സമാധാനം. ഈ റോട്ടിൽ നിന്ന് എന്ത് പണി കിട്ടുമെന്നുള്ള അറിയില്ലേ. അത്രയ്ക്ക് നോക്കട്ടെ. കുറച്ച് നേരം നമുക്കല്ല ചൂടൊന്നും തുടങ്ങിയുമ്പോൾ 9
മണിയായിട്ടില്ല, 8 മണിയായിട്ടുള്ള 8:15 അപ്പോഴേക്കും ചൂടായില്ലോ. ധോലാവീരെ സ്റ്റാർട്ടിങ് ആവണേക്കാളും കുറച്ച് മുന്നുള്ളൊരു ഹോട്ടലാണ്, ഹോട്ടൽ ചാന്ദിനി. കണ്ടോ, നല്ല ഒരു വെറൈറ്റി സെറ്റപ്പിൽ ആക്കിയല്ലോ നോക്കി. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കളറൊക്കെ കയറ്റി. ഇവിടെ ഹട്ടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ, 1000 രൂപയ്ക്കാന്ന് പറഞ്ഞേ. പിന്നെ എൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമെന്നൊക്കെ ഉള്ള രീതിയിലായി അവർ സംസാരിച്ചത്. അതൊക്കെ മനസ്സിലായി. പിന്നെയും കുറയ്ക്ക് വരുന്നുണ്ടായാലും നമ്മൾ 1000 രൂപ നമ്മളൊരു ബഡ്ജറ്റ് നോർമലി പറയണ പോലെ പറയും. പണ്ടത്തെ ഹട്ടിൻ്റെ ഇവിടെ ഉള്ള എല്ലാ റൂമും ഇതേപോലെയാണ്, ഈ പഴയൊരു സെറ്റപ്പിൽ ഉള്ളിൽ ബൈക്കോലൊക്കെ മുകളിലിട്ടിട്ട്. പക്ഷേ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് സംഭവം കളറേന്തി. പിന്നെ അവിടെയും കുറേ കാണാനുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പിന്നെ അപ്പുറത്തേക്ക് പോകാമെന്നാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് 35 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ അങ്ങനെയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്താറാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ 35 കിലോമീറ്റർ പോകാനുണ്ട്. 35 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചില്ലറ പോക്കൊന്നല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മൂക്ക് ചെറിയുണ്ടല്ലോ, ആരെ പറയണ്ടല്ലോ ഇവിടേക്ക് എത്തുമ്പോഴേക്കും. അങ്ങനെ ഇവിടേക്കുള്ള എൻട്രൻസ് കാണിച്ചു തരാം. ഈ 35 കിലോമീറ്റർ ഇപ്പോൾ സമയത്രയായി? 9 മണി, 9:05. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 35 കിലോമീറ്ററിന് ഞാൻ കിടക്കണം. അതാണ് അടുത്ത ടാസ്ക്. കണ്ട മക്കളെ, ധോലാവീരേക്കുള്ള വഴി, ദി റോഡ് ഓഫ് ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള വഴി എന്നൊക്കെ നോക്കാം. നോക്കി ഇവിടുന്ന് അറ്റം വരെ കാണാനില്ല. ഈ അറ്റം വരെ ഞാൻ പോകണം. അതാണ് പൊളി. ഏതെങ്കിലും ഒരു സൈഡിലൊരു മരം വെച്ച സുഖമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഒന്ന് കയറി കിടന്നു. 2 സൈഡിൽ കൂടെ വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടികൾക്കൊന്നും പോകാൻ സ്ഥലമില്ല. നോക്കി മക്കളെ, ഡു നോട്ട് പാർക്ക് യുവർ വെഹിക്കിൾ. ഓക്കെ. വ്യൂ പോയിൻ്റ് നമ്പർ 1 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ. നോക്ക് മക്കളെ, ഉപ്പുപാടം. ഇത് അവിടെ വെച്ചിട്ടില്ല. അതേപോലെ ഈ വെള്ളം മൊത്തം വെട്ടണം. അപ്പോഴോ ഇതേപോലെ അവളോ പറഞ്ഞത് കുറച്ചും കൂടി കഴിഞ്ഞാൽ വെട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ തന്നെ മരി ചൂടാണ്. ആലോചിച്ച് നോക്കി എന്തിട്ട് സാധനം നോക്കിയാലേ. കണ്ട പഠിക്കുമ്പോഴൊക്കെ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴൊന്നും ഒരു വില ഉണ്ടായിരുന്നില്ലേ. പക്ഷേ ഇത് ഗംഭീര സാധനമായിട്ടാ നോക്കിയേ. ചില്ലറ സാധനമല്ല, അറ്റം കെടുക്കണണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 35 കിലോമീറ്റർ ഞാൻ കണ്ട് പോകണം. ഒരു കടി ഉണ്ടാവില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല പറഞ്ഞേ. തൽക്കാലത്തിന് ഒരു 4 ഉപ്പ് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഉച്ച കഴിയും എന്തായാലും അപ്പുറത്തേക്ക് എത്തുമ്പോൾ. ആണ് മക്കളെ, ഞങ്ങൾ എന്തിട്ടല്ലേ ഫുള്ളുപ്പ്. ഇവിടേക്ക് കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ അപ്പുറത്തേക്ക് കണ്ട ആ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഫുള്ള് വെള്ളമായിട്ട്. ഇത് ഫുള്ള് വെള്ളം പറ്റും എന്ന് പറഞ്ഞേ. ഇത് 1 മാസം കൂടി കഴിഞ്ഞ് വരേണ്ടി വരും. അപ്പോഴാവും കുറച്ച് വിറ്റിയത്. എന്തായാലും വല്ലാത്തൊരു കാഴ്ച. ഇതാണ് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് പറയണേ. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കൂടെ ഒന്ന് ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയാം. രസമാണ്. പക്ഷേ ഈ സൂര്യൻ്റെ വിളിച്ച് വെള്ളത്തിൽ അടിച്ചിട്ട് മൊത്തക്ക് അടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാത്രമല്ലോ. നോക്കി അവിടെ മലയൊക്കെ അയ്യോ, ഇതിൽ മീനൊന്നും ഉണ്ടാവില്ല അല്ലേ, ഉപ്പ് വെള്ളമല്ലേ. തറിയും 2 സൈഡിൽ അറ്റം കാണാമല്ലോ ഇതിൻ്റെ. കച്ച് വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഇത് നോക്കിയൊരു പശു ചത്തുകൂടി ഇരുന്നിട്ട്, വണ്ടി അടിച്ച് ചത്തള്ളല്ല, ഇരുന്നിട്ട് ചത്തുള്ളത് കണ്ടോ. അതിൻ്റെ ഇരിപ്പ് കണ്ട് കഴിഞ്ഞാൽ അറിയാം. നോക്കി ഇവിടെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലല്ലോ. ഓ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂലേ.
എന്താ എനിക്കിത് അത് വലുതൊന്നല്ല കൊണ്ട് ചെറുതാന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പെട്ടുള്ളതാകൊണ്ടത് എന്താ ചെയ്യാ, മണം വരുന്നില്ലേ. ചെറിയ പ്രശ്നമായിട്ടാണ് നോക്കി ചെയ്യാല്ലേ. ഇടയ്ക്ക് വലിയതിൽ കയറി വരും, പിന്നെ തിരിച്ചു പോകണം 35 കിലോമീറ്റർ പോകണേ. അത് കാരണം പ്രശ്നമേ കാര്യങ്ങൾ നോക്കണേ. ഇപ്പം ഈ നടന്നു പോണ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാജസ്ഥാനിലെ ഏതൊരു അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞത്. സമ്മതിക്കണില്ല ഇവരെ. 10-45 ആൾക്കാരെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ലോറി പോണ്ട് ഇവർക്ക് സാധനങ്ങൾ പിന്നെ ഒക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറ്റി സമ്മതിച്ചു. 35 കിലോമീറ്റർ സൈക്കിൾ തന്നെ നമുക്ക് പറഞ്ഞാൽ എളുപ്പമല്ലോ, നടന്നിട്ട് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഒരു കാര്യം കാണിച്ചായിരുന്നു, ഇവിടെ നോക്കി ഇവിടെ ചോന്നിട്ടില്ല ഇറങ്ങണേ. ഇവിടെ നേരം നോക്കി നോക്കി ഇപ്പുറത്ത് വെള്ളം കടപ്പനായിട്ടില്ലേ, ചോപ്പ് സൈഡ് ചോപ്പ്. ഇവിടെ വെള്ളാന്നുകൊണ്ട് കൂടുതൽ ഇപ്പുറത്താണ് ഒരു ഉപ്പുണ്ട് വരണം. കാരണം കൊണ്ട് ഇങ്ങനെ സംഭവം കാണാൻ എന്തായാലും കളറേണ്ടി. അടിപൊളി ഏന്തി ആൾക്കാർ ഇറങ്ങി നിൽക്കണണ്ട ലൈറ്റ് ഒറ്റത്ത് പോയിട്ട്. പക്ഷെ കാരണം ഈ ഇറങ്ങണ ഭാഗത്തേ താവുണ്ട്. ഞാൻ സൈക്കിളും കൊണ്ടിട്ട് പോകാൻ ചോദിച്ചു ആദ്യം. നോക്കുമ്പോൾ ഈ ഇറങ്ങണ ഭാഗത്ത് നന്നായിട്ട് താവുണ്ട്. അവിടെ മാത്രം ഇറങ്ങാനുണ്ട്. മൊത്തം ചെളിയാണ്. ഇറക്കി കഴിഞ്ഞാൽ മൊത്തം ചെളിയിലാവും, ഷൂ ഫുള്ള് ചെളി വിളിയാവും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇപ്പുറത്തേക്ക് വെച്ചാൽ പിന്നെ ഇറങ്ങാനേ വഴിയില്ലാവുണ്ട്. അങ്ങനെ ഒരു കാര്യം കാണിച്ചായിരുന്നു, ഇവിടെ നോക്കി ഇവിടെ ചോന്നിട്ടില്ല ഇറങ്ങണേ. ഇവിടെ നേരം നോക്കി നോക്കി ഇപ്പുറത്ത് വെള്ളം കടപ്പനായിട്ടില്ലേ, ചോപ്പ് സൈഡ് ചോപ്പ്. ഇവിടെ വെള്ളാന്നുകൊണ്ട് കൂടുതൽ ഇപ്പുറത്താണ് ഒരു ഉപ്പുണ്ട് വരണം. കാരണം കൊണ്ട് ഇങ്ങനെ സംഭവം കാണാൻ എന്തായാലും കളറേണ്ടി. അടിപൊളി ഏന്തി ആൾക്കാർ ഇറങ്ങി നിൽക്കണണ്ട ലൈറ്റ് ഒറ്റത്ത് പോയിട്ട്. പക്ഷെ കാരണം ഈ ഇറങ്ങണ ഭാഗത്തേ താവുണ്ട്. ഞാൻ സൈക്കിളും കൊണ്ടിട്ട് പോകാൻ ചോദിച്ചു ആദ്യം. നോക്കുമ്പോൾ ഈ ഇറങ്ങണ ഭാഗത്ത് നന്നായിട്ട് താവുണ്ട്. അവിടെ മാത്രം ഇറങ്ങാനുണ്ട്. മൊത്തം ചെളിയാണ്. ഇറക്കി കഴിഞ്ഞാൽ മൊത്തം ചെളിയിലാവും, ഷൂ ഫുള്ള് ചെളി വിളിയാവും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇപ്പുറത്തേക്ക് വെച്ചാൽ പിന്നെ ഇറങ്ങാനേ വഴിയില്ലാവുണ്ട്. അങ്ങനെ കണ്ടോന്നും അറിയില്ല. അറ്റത്ത് ഏകദേശം ഇവിടെ വരെ എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഫുള്ള് കാട് പോലത്തെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ട് കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഇത് കാടാന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. നമുക്ക് ഓരോ പണി വരണത് ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. ഇവിടുന്ന് ഒരു 17-18 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്താൻ. അതിൻ്റെ ഉള്ളിൽ റിസോർട്ടൊക്കെ കാണാനുണ്ട്. എനിക്കിത് കാട് പോലെയാണെന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എടപ്പാൻ ഡെസേർട്ടാണല്ലോ വെള്ള കളറിൽ കണ്ട മേഘങ്ങൾ നിൽക്കണ പോലെയാ. എന്തായാലും പോയോക്കാം, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇനി. അങ്ങനെ കണ്ടില്ലേ അവസ്ഥ. ഓടിക്കുന്നുണ്ട് സെറ്റാണ് കാര്യങ്ങളൊക്കെ. പോകണമെന്ന് പറഞ്ഞാലേ ഒരു ഓവർ ബ്രിഡ്ജാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടില്ല കച്ചിൻ്റെ. അത് എന്താ അവസ്ഥ എന്നാണെന്ന് നോക്കി നോക്കാം. ഇവിടുന്ന് മൊത്തം എത്ര 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ ഉണ്ട്. ഇനി 17 കിലോമീറ്റർ എത്തണം. അപ്പോൾ 11 മണി. 17 കിലോമീറ്റർ നോക്കുമ്പോൾ 1 മണിക്ക് ആവുന്നുണ്ട് എത്താൻ. നോ ഡ്രോൺ അലൗഡ്. ഇവിടെ ഡ്രോൺ വളർത്തിയിട്ട് വന്നിട്ട് കുഴപ്പം. വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇത്ര പോകുന്നൊരു പീസ് ഇട്ടേക്കണ്ട. അതിൻ്റെ ഉള്ളിൽ അവിടെ എന്തോ റിസോർട്ട് പോലത്തെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ചൊരു ഭാഗം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ. ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് അല്ല ഡെസേർട്ട് വൈൽഡ് ലൈഫ്. മാനൊക്കെ ഉണ്ടല്ലോ അവിടെ. മാന വെച്ചേട്ടാ. ഇത് നടന്നിട്ട് നീക്കുന്നില്ല. ഇറങ്ങാം. മാന നിങ്ങൾക്ക് കണ്ടോന്നറിയില്ല, പക്ഷെ എനിക്ക് കാണാണ്ട്. അവിടെ അടിയിലല്ലോ എന്താ അവിടെ ആ മരം നിൽക്കണില്ലേ അതിൻ്റെ അപ്പുറത്താണ്. അതിൽ കൂടെ പോകുന്നുണ്ട്. ഒരെണ്ണല്ലോ കാണാൻ പറ്റിയ സുഖം കിടന്നു. ഗോപ്രോയിൽ വെച്ചിട്ട് എന്തായാലും കാണാൻ സാധ്യത കുറവാണ്. അവിടെ മാനല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവും. ഇത് മറ്റേ ഇവിടെ നാട്ടിലത്തെ മാനെന്ന് അറിയില്ല, അങ്ങനത്തെ മാനാട്ടാ. അങ്ങനെ ആ ഉപ്പുപാടം കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇല്ല വന്നു കഴിഞ്ഞാൽ തൊലാവീറയ്ക്കുള്ള റോഡെത്തി. MC ഡ്രോപ്പ്. അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ പോയിട്ടില്ലേ. ആർപ്പൈൻ സിവിലൈസേഷൻ.
ഉള്ളിലേക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ട് പറയണതാ. എന്തായാലും പിന്നെ ഇതിനെ പോണ ഷോർട്ട് കട്ടാണ്. നോക്കി ഷോർട്ട് കട്ടൊന്നും ഇല്ല, 2 ദിവസം പിടിക്കുന്നതുകൊണ്ട് ഇതിനുള്ളിൽ പുറത്തേക്ക് ഇറക്കാം. അങ്ങനെ ഒന്ന് ഇതിനുള്ളിൽ കൂടെ പോയി നോക്കിയൊക്കെ ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ ഗാവുകളാണ്. നോക്കി ഭയങ്കര ചെറിയ ഗ്രാമങ്ങളാണ് കണ്ട. ഇതിനുള്ളിലൊക്കെ ആൾക്കാർക്ക് ഇഷ്ടാവുന്ന അറിയില്ല. ഇവിടുത്തെ മതിലുകളൊക്കെ നോക്കി അതിൽ ഒരു വെറൈറ്റി ഉണ്ട്. കുഞ്ഞിതാ വെറുതെ ഇങ്ങനെ ചെരിച്ചിട്ട് ഓട് വീടാണ് കണ്ട. ചെരിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് കൊടുക്കുക ഫുള്ള്. മതിലാണ് മെയിൻ സാധനം. മതിലോട് നോക്കി നല്ല സൈഡിലിരിക്കാനുള്ള സെറ്റപ്പ്. റൗണ്ട് അബൌട്ട് മൂലയാക്കിയിട്ട് ബാക്കിൽ സ്കൂളാവുന്നുണ്ട്. സ്കൂളല്ല, ഹോസ്പിറ്റലാവുന്നുണ്ട്. ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു സ്കൂളുണ്ട്. സീതാ ലെഫ്റ്റ്. ഓക്കെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചേ. ബാക്കി പോകാൻ അങ്ങനെ ധോലാവിര ഇതിന് ഹർപ്പൻ സിറ്റിയാണ് എന്നിട്ട് അതിൻ്റെ അർത്ഥം ആർക്കറിയാം. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതിന് ടിക്കറ്റ് എടുക്കുക പരിപാടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. കുറച്ച് കയറിയിട്ട് നടക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. പോയി നോക്കി നോക്കാം. മുകളിൽ സാധനം വരച്ചിട്ടുള്ള രസമുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പണ്ടത്തെ ടൈപ്പുള്ളതാണല്ലോ. കണ്ടിട്ടേ മാലിക എന്തിട്ടുണ്ടെങ്കിൽ സാധനം. സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോണാണ്. ഇതിനുള്ളിലൊക്കെ ഡിസൈനൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ഉള്ളിൽ തരും. ഷെല്ലുകളൊക്കെ ഉണ്ടാക്കിയില്ല കൊണ്ടോ ഇവിടെ. സ്റ്റോൺ മുള്ളേഴ്സാണ്. കുറേ സാധനം ഉണ്ടോ മറ്റേ കല്ലല്ല അറിയണത്. ഫോസിൽസ് ഇതെന്തൊക്കെ ഇതിൻ്റെ ഒന്നും അറിയില്ല കേട്ടോ. ഫോസിൽ മാത്രമേ എഴുതിച്ചിട്ടുള്ളൂ. വേറെ കുടങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മിനിയേച്ചർ. ഇതിൻ്റെ മുകളിൽ ഒരു കുറേ കാണാണ്ടെന്നുകൊണ്ട് കിട്ടുക. കണ്ടമാനുണ്ട്. ഇതെന്ത് സംഭവം വെച്ചാൽ കുറച്ച് അറിയണം ഇതിനെ കുറിച്ചിട്ട്. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല കാര്യം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അറിയണം ആദ്യം. ബാക്കിയുള്ള കാര്യങ്ങൾ പോയി കാണിച്ചു തരാം.
സത്യം പറയാൻ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയുന്നില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് ഈ സംഭവം എന്താണെന്നുള്ള അറിയണം തന്നെ. അങ്ങനെ ഇങ്ങനെ ഫേമസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന് നോക്കണേ. ഞാൻ വേണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ധോളാവീര എന്ന് പറഞ്ഞാൽ ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു മഹാനഗരം. ധോളാവീര ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തുള്ള കച്ച് ജില്ലയിൽ പുരാതന ഹാരപ്പൻ നഗരമാണ്. ഇത് ഏകദേശം 3000 BCE മുതൽ 1500 BCE വരെ നിലനിന്നിരുന്നതിനാൽ അതിപുരാതനമായ ഒരു നാഗരിക കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. നന്നായി ആസൂത്രണം ചെയ്ത നഗരമാണിത്. ധോളാവീറയെ 3 പ്രധാന ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നഗരത്തിലെ വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. ജലസംരക്ഷണ സംവിധാനം, മഴവെള്ളം ശേഖരിക്കുന്നതിനായി വലിയ ടാങ്കുകളും കനാലുകളും ഉണ്ടായിരുന്നു. ഒരു വളർച്ചാ പ്രദേശമായ കച്ചിൽ ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ ധോളാവീറയെ മെസപ്പൊട്ടോമിയ, മധ്യേഷ്യ, അന്നത്തെ ഇന്ത്യ പ്രദേശങ്ങൾ എന്നിവയുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നതായി തെളിവുകളുണ്ട്. ഇവർ മുത്തുകളും നീലക്കല്ലുകളും ഉൽപ്പന്നങ്ങളായി കയറ്റുമതി ചെയ്യുകയായിരുന്നു. ധോളാവീറയിലെ തളികളിലും കല്ലുകളിലും എഴുതിയിട്ടുള്ള കുറിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹാരപ്പൻ എഴുത്തിൻ്റെ ഭാഗമായിരിക്കും എന്ന് കരുതുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഹാരപ്പൻ നഗരങ്ങളിൽ ഒന്നാണ് ധോളാവീറ. ജലസംരക്ഷണത്തിൻ്റെ അതിശയകരമായ ഉദാഹരണം കണക്കാക്കാൻ കഴിയുന്ന മികച്ച ഒരു പ്രാചീന സാങ്കേതിക വിദ്യയാണ് അവിടെയുള്ള ജലസംരക്ഷണ സംവിധാനം. നഗരാസൂത്രണത്തിലെ വാസ്തുവിദ്യാപരമായ വൈദഗ്ധ്യം വിധികളിലും വീടുകളിലും ശരിയായ ക്രമത്തിൽ നിർമ്മിച്ചിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ധോളാവീറ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും ചരിത്ര പഠന കേന്ദ്രവുമാണ്. പുരാവസ്തുശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇവിടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മഹത്തായ മാതൃകകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നിങ്ങളൊന്ന് പോയിട്ട് കണ്ടു നോക്കി നോക്ക്, അപ്പം അറിയാം ബാക്കി കാര്യങ്ങൾ. ഇതന്നെ എങ്ങനെ പഠിച്ചെന്ന് എനിക്കറിയുള്ളൂ മക്കളെ. കുറേ സ്ഥലമുണ്ട്. ഓ भाई उठा है बच्चा है हल 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 इनके ब्लॉग बना ले हल 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 ഇതിനുള്ളിൽ നിറച്ച് പോകാനൊക്കെയാണല്ലോ. ഉള്ളു പോലെ അതിൻ്റെ ഉള്ളിൽ നോക്കി ഉള്ളു പോലെ नहीं चलेगा क्या है अंदर भाई? अंदर चलो देखो
Blok banan batau क्या है? हाँ वो है ना हैं? कुएं जैसा है क्या बना वो है? देखो आपको कुछ गिर गया ये ये गिर गया भैया। हाँ अल्लाह अल्लाह അങ്ങനെ നേരത്തെ തന്നെ അവിടെ വന്നു. ഇപ്പോഴല്ല കുറച്ച് നേരമായിട്ട് വന്നിട്ട് 5 മണി കഴിഞ്ഞ് ഇവിടെ എത്തും. 5 മണിയില്ല 3:30 നേരത്തെ എത്തിയിട്ടുണ്ട്. ധോലാവീര എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തൊരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് പോയി വന്നു. എന്ന് പറഞ്ഞാൽ ഇതാണ് നേരെ കണ്ടില്ലേ 2 സൈഡിലും ഉപ്പുപാടം അതിൻ്റെ നടുക്കില്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ സെൻറ്ററാണ് വരുന്നത്. ഇവിടെ ടെൻ്റ് അടിച്ച് പറഞ്ഞു, മുകളിൽ അടിച്ച് പറഞ്ഞു. പക്ഷേ 9:30 കഴിയുന്നു. അപ്പോൾ ഞാൻ അവിടെ നിലത്തടിക്കാൻ വിചാരിച്ച് നിൽക്കണേ. അങ്ങനെ ദി റോഡ് ഓഫ് ഏവൻ്റെ തൊട്ടടുത്താണ് ടെൻ്റ് അടിക്കാൻ പോണേ. എന്താണെന്നറിയില്ല, രാത്രിയൊക്കെ നല്ല കാറ്റാവെന്ന് പറഞ്ഞു. അവിടെ നോക്കി നോക്കാം. ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗംഭീര കാറ്റ്, ഒരു രക്ഷയില്ല. ടെൻറ്റ് പറഞ്ഞു പോകുന്നറിയില്ല, അതേപോലത്തെ കാറ്റാ. എന്ത് കാറ്റെന്ന് പറയുക. ഞാൻ ആ ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് അടിച്ചില്ല. അപ്പോൾ ഒരു തിണ്ടുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് പോലുമല്ലോ. അങ്ങനെ നേരം വിളിക്കുമ്പോഴേക്കും ടെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് കണ്ടാറുണ്ട് വരും. എന്ത് കാറ്റെന്ന് പറയുക. രാവിലെ എൻ്റെ അടുത്ത് കണ്ടു തുറക്കുമ്പോൾ ചിലപ്പോൾ ആകാശമാകും കാണുക. അങ്ങനെ എന്തായാലും പോയി കിടക്കാൻ നോക്കട്ടെ മക്കളെ. അപ്പോൾ ശരി കേട്ടാ, ഗുഡ് നൈറ്റ്.